നമസ്കാരം. വെൽക്കം ടു അമൃതാസ് ലൈഫ് സ്റ്റോറീസ്. ഞാൻ കുറേയധികം കാലമായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യണം, എൻ്റെ കാര്യങ്ങളൊക്കെ പറയണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മടി കാരണം അതെന്നെ കൊണ്ടൊന്നും സാധിച്ചില്ല. അപ്പം എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എന്നെ ഇതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഷോർട്ട് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ നീ നിൻ്റെ കാര്യങ്ങൾ പറയണം, നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ പറ്റും എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വളരെയധികം മടിയായിരുന്നു. പിന്നീട് എനിക്ക് കുറച്ചു കാലം ഞാൻ ഡിപ്രഷനിൽ പെട്ടുപോയി. പക്ഷേ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം എൻ്റെ അടുത്ത് വന്നപ്പം ഐ വാസ് നോട്ട് നോയിങ് ആക്ച്വലി ഐ വാസ് ഓൺ ഡിപ്രഷൻ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ബിക്കോസ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ എന്നെ പലപ്പോഴും ബ്ലെയിം ചെയ്തിരിക്കുകയാണ്. എൻ്റെ മൂഡ് സ്വിങ്സ് അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെന്നെ ബ്ലെയിം ചെയ്യുമ്പം ഞാൻ സ്വയമായി വിശ്വസിച്ചു തുടങ്ങി ഇത് എൻ്റെ ക്യാരക്ടറിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. എന്നാൽ ഞാൻ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അവരുടെ അടുത്ത് നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് അറിയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് വേണ്ട രീതിയിൽ റിസോൾവ് ചെയ്യാനും സാധിച്ചു. പക്ഷേ എന്നിരുന്നാലും ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ പലരും ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഐ എം നോട്ട് ഫേമസ് അറ്റ് ഓൾ. ഞാനൊരു ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വ്ലോഗോ കാര്യങ്ങളോ അല്ല. ബേസിക്കലി എൻ്റെ ഒരു ചിന്താഗതി ഈ ഒരു വ്ലോഗിലൂടെ എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പലരുടെയും വ്ലോഗ് കാണാറുണ്ട്. പക്ഷെ എനിക്കിഷ്ടപ്പെടുന്ന ഞാൻ വാച്ച് ചെയ്യുന്ന ചില വ്ലോഗുകൾ ചിലപ്പോൾ എൻ്റെ സുഹൃത്തിന് അവരെ ഇഷ്ടമല്ലായിരിക്കാം, അവർ പറയുന്ന കാര്യങ്ങളോട് അക്സെപ്റ്റൻസ് കുറവായിരിക്കാം. അങ്ങനെ അപ്പോൾ പലരുടെയും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എന്നെ ഒന്നോ രണ്ടോ ആൾക്കാർ കേൾക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ചിലപ്പം അവർക്ക് ഞാൻ എന്നിലൂടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് അവരുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റിയെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടും എനിക്ക് തോന്നി. ബിക്കോസ് എന്നെ വളരെയധികം വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവർ പറയും, അമൃത യു ആർ ഡൂയിങ് വെൽ, ആൻഡ് നീ അല്ല, നിന്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടം കൊണ്ട് തീർന്നേനെ എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ബിക്കോസ് ഞാൻ ഇത്ര ദൂരം വരെ എത്തി. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മുന്നോട്ടുള്ള യാത്രകളിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മൊമെന്റ് ഞാനില്ല, അല്ലെ എനിക്ക് എനിക്ക് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയിരിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐ ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. ബിക്കോസ് ഇന്ന് എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ, അല്ലെ ഇന്ന് എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അതിനൊരു മറ്റൊരു നമുക്ക് പോസിറ്റീവായ എന്തെങ്കിലും ഒരു കാര്യം നടക്കും, അല്ലെങ്കിൽ എന്താ അത് ഇതിങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണ് എന്നൊക്കെ ചിന്തിക്കാൻ എനിക്ക് പറ്റാറുണ്ട്. അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് ദുരിതം അനുഭവിച്ച് അവർ ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ധൈര്യമില്ല. അവർക്കൊപ്പം കൂടെ നിൽക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അവർക്ക് നല്ല ജോലിയില്ല, അവർക്ക് മുന്നോട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സപ്പോർട്ടീവ് സിസ്റ്റം ഇല്ലായിരുന്നു. അതല്ലെങ്കിൽ പഠിച്ച കുട്ടികൾ വെറുതെ വീട്ടിലിരിക്കുന്നു, പഠിച്ചിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരെ ജോലിക്ക് വിടുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ പല 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 പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ബേസിക്കലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും മാത്രമാണ്. നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയാണെന്ന് വരുത്തി തീർത്ത് വെച്ചിരിക്കുകയാണ്. കാരണം സോറി, എൻ്റെ ഒരു യാത്രയിൽ, എൻ്റെ ജീവിതത്തിലെ ഇതുവരെയുള്ള യാത്രയിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് കൺട്രികളിലൊക്കെ ജോലി ചെയ്ത് അവരുമായിട്ടൊക്കെ എന്താ മിങ്കിൾ ചെയ്ത് അവരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഒന്നും കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, കുട്ടികൾ ജനിച്ചു, അവരെ മാതാപിതാക്കൾ വളർത്തേണ്ട സമയത്ത് വളർത്തുന്നു, എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മറ്റു സപ്പോർട്ടുകൾ വരുന്നു. ബട്ട് അറ്റ് ദ എൻഡ് അവരൊരു സർട്ടൺ ഏജ്, അല്ലെ 16-17 വയസ്സ് കഴിയുമ്പം അവര് ബേസിക്കലി ഇൻഡിപെൻഡന്റ്ലി ജീവിക്കാൻ തുടങ്ങണം എന്നാണ് അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ ലൈഫ് സ്റ്റൈല്, അവിടുത്തെ കൾച്ചർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, മാതാപിതാക്കൾക്ക് അവരോട് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും കൊണ്ടുപോകും, അങ്ങനെയല്ല. അവര് ഇത്ര വയസ്സാകുമ്പോൾ, അല്ലെ ഇത്ര വയസ്സ് ആകുന്നത് മുതൽ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് വേണം മുന്നോട്ട് ജീവിക്കാൻ. അവർ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കണം, അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് മാറി താമസിക്കലോ അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പാർട്ട്ണറെ സ്വയമായിട്ട് തിരഞ്ഞെടുക്കാം.
ദർ ഇസ് നത്തിങ്. അപ്പം ഒരു ഒരു വലിയ പ്രശ്നങ്ങളേ ഇല്ല. ആ ലൈഫ് തിരഞ്ഞെടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അവർക്ക് അടുത്ത ആളെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് ഡിസൈഡ് ചെയ്യാം. കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചാൽ മതി, കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഉണ്ടായാൽ മതി. ഇതൊക്കെ അവരുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽസിന്റെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളുമാണ്. അതിനകത്ത് പാരൻസ് ഇല്ല, നെയ്ബേഴ്സ് ഇല്ല, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയില്ല, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അവർ ഡിസിഷൻ എടുക്കുന്നില്ല. എല്ലാം സ്വന്തമായ തീരുമാനങ്ങൾ, സ്വന്തമായ ഇഷ്ടങ്ങൾ. അതിൽ എന്താ ഫാമിലിയും അല്ലെങ്കിൽ കൂട്ടുകാരും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പം അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ കൂടും എന്നല്ലാതെ എല്ലാവരും അവനവന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്കായിട്ട് തീരുമാനമെടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കൾച്ചർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും അങ്ങനെ ആകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അങ്ങനെ നമ്മുടെ നാട്ടിലെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് നമ്മളും ഇങ്ങനെ തന്നെ ആകണമെന്ന് നമ്മളെ ആൾക്കാർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ നമ്മളും ആ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് സ്റ്റോറീസ് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ടെടുത്തോളം ഒരുപാട് പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അവർ തിരിച്ചു പറയുന്നുണ്ട്. അതായത് എനിക്ക് കല്യാണം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ഇന്നത് പഠിക്കണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്ക് ഇന്ന ഡ്രസ്സ് ഇടണം, അല്ലെ എനിക്ക് ഇന്ന ഒരു ആളാവണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ഓൺലൈൻ അല്ലെങ്കിൽ എന്റർപ്രണർ ആകണം. ഇതൊക്കെ സ്വന്തമായി തീരുമാനിച്ച് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം സ്റ്റിൽ ദർ ഈസ് എ ലോട്ട് ഓഫ് വുമൺ ഹാവിങ് എ പ്രോബ്ലം. അവരെ സൂയിസൈഡിന്റെ വക്കിലെത്തിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ട് ചോയ്സ് ഇല്ല. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കയറി ചെല്ലാൻ ഒരു സ്ഥലമില്ല. അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരുപാട് സിംഗിൾ മദേഴ്സ് ഉണ്ട്. ഈ സിംഗിൾ മദേഴ്സിനെ സ്വന്തം ഫാമിലിയിലുള്ളവർ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു പെണ്ണിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ബാക്കി 10 പേര് അവളെ കുറ്റം പറയുന്നവരായിരിക്കും. പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങൾക്ക് എതിരെ നിൽക്കുന്ന കാലം. അതാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ന ഒരു സ്ത്രീ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടപ്പുറം നിൽക്കുന്ന മറ്റൊരു സ്ത്രീ അതേ ബുദ്ധിമുട്ടിലൂടെ അല്ലെ സിമിലർ പ്രശ്നത്തിലൂടെ കടന്നു പോയാലും അവള് പറയും, ഇല്ല ഇവള് തെറ്റുകാരിയാണ്, ഇവക്ക് ഇങ്ങനെ തന്നെ വരണം, എന്റെ ഭാഗത്ത് ഞാൻ കണ്ടില്ലേ ജീവിക്കുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, ഞാൻ ശരിയാണ് എന്നൊക്കെ പറയുന്ന സ്ത്രീകൾ ഇന്നത്തെ കാലത്തും ഉണ്ട്. അവര് സ്വന്തം ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. അവരുടെ കണ്ണ് മുഴുവനും മറ്റൊരാളുടെ ജീവിതത്തിലാണ്. എന്നാൽ ഇപ്പുറത്തെ പെൺകുട്ടി കഷ്ടപ്പെട്ട് അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, അവൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മറ്റവര് കാണുന്നത് എന്താ, ഐ എം സോറി, മറ്റവര് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തൻ്റെടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ്, ഈ മറ്റൊരാളുടെ സക്സസ് ആകാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയുടെ കുറ്റം പറയാനും അവളുടെ ന്യൂനതകൾ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും സമയമെടുക്കുന്നു. എന്തിന് ഈ പറയുന്ന സ്ത്രീക്ക് ചിലപ്പം പെൺകുട്ടിയായിരിക്കും ഉണ്ടാവുന്നത്, എന്നാൽ പോലും അവരത് ചിന്തിക്കില്ല. ഓക്കെ, എന്റെ എന്റെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചാലോ, സോ അവളെ ഞാൻ ഇൻഡിപെൻഡന്റ് ആക്കി നല്ല രീതിയിൽ വളർത്താം, അതൊന്നും അല്ല അവരുടെ ചിന്ത. അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ കുറെ അധികം ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവരെ എല്ലാം കണ്ട് ഇവരെ എല്ലാം ബോധ്യപ്പെടുത്തി ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ബിഗ് സീറോ ആകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുക. ഇന്നും ഞാൻ ഓക്കെ അല്ല, എന്നാൽ ഐ സ്റ്റിൽ എന്താ പറയുന്നത്, ഞാൻ ബിലീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ സക്സസ്ഫുൾ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് എ ഇൻഡിപെൻഡന്റ് വുമൺ ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, എനിക്ക് കിടക്കാൻ ഒരു കിടപ്പാടും ഉണ്ട്. അതിപ്പം റെന്റിനായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഐ ക്യാൻ ബൈ എ കുക്ക്, എനിക്ക് എൻ്റെ ഫുഡ് വാങ്ങിച്ച് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാം. ഇനി കുക്ക് ചെയ്യേണ്ട, എനിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാനാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ആൻഡ് ഐ എം ഹാവിങ് ആഫ്റ്റർ എൻ്റെ ജോലി കഴിഞ്ഞ് എനിക്ക് എൻ്റെതായ പേഴ്സണൽ സ്പേസ് ഉണ്ട്. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്കിന്ന് യാത്ര ചെയ്യാം. അപ്പം അതിലൊക്കെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ വെച്ച് നോക്കുമ്പം ഞാനിന്ന് സക്സസ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഞാനത് ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത് അതിന് അതിന് എന്താ പറയുന്നേ, ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും എനിക്ക് അതിന്റെ എന്ത് എന്ന് പറയുന്നത് ജയം തന്നെയാണ്. അപ്പൊ അതെനിക്ക് എന്നും അറിയാം.
അതുകൊണ്ട് ഞാൻ ഒരിക്കലും എനിക്കിങ്ങനെ ഒരു പ്രശ്നം പറ്റി, അല്ലെ അങ്ങനെ ഒരു പ്രശ്നം പറ്റി, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചു, അല്ലെ അവസാനിപ്പിക്കും, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഇത്ര കാലത്തെ ഉള്ള ജീവിത എക്സ്പീരിയൻസിൽ എന്താ പറയുന്നത്, എനിക്ക് എന്നും അന്തിമം വിജയമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എന്താ പറയുന്നത്, ഞാൻ നിൽക്കുന്ന സ്ഥലം ദേ ഇപ്പൊ പിളർന്ന് നമ്മൾ താഴോട്ട് പോകും, ഭൂമിയിലേക്ക് പോകും എന്ന് പറഞ്ഞാലും ഞാൻ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. കാരണം അതാണ് വിധിയെങ്കിൽ അത് നടക്കട്ടെ, അതല്ല എങ്കിൽ നമ്മൾക്ക് അവിടെ തന്നെ നിൽക്കാൻ പറ്റും. ഞാൻ അത് പോകുമെന്ന് മറ്റൊരാൾ പറഞ്ഞിട്ടുള്ളൂ, പോയിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഭൂമിയിൽ അവിടെ നിൽക്കുകയാണ്. ഇനി അത് പോകേണ്ടതാണെങ്കിൽ പോയിരിക്കും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ബോദർ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ അതുപോലെ എനിക്ക് എൻ്റെ ഒരു വ്ലോഗിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് മാരേജ് ചെയ്യാണ്ട് നിൽക്കുന്ന ആൾക്കാരും, മാരേജ് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരും, സിംഗിൾ മദേഴ്സ്, സ്ട്രഗിൾ ചെയ്യുന്നവര്, അല്ലാതെ നല്ല നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകുന്ന ആൾക്കാർ, അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അതില് എനിക്ക് മുന്നോട്ട് ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അറിയാണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ആയിട്ട് എൻ്റെ ജീവിതകഥ പറയാം എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ അടുത്ത് പലരും എൻ്റെ ഇൻബോക്സിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെയാണ്, എനിക്കറിയാവുന്നവരൊക്കെയാണ്. ചേച്ചി, അല്ലെങ്കിൽ എൻ്റെ എന്താ എൻ്റെ കുഞ്ഞനിയത്തിമാരും ഒക്കെ ചോദിക്കാറുണ്ട്, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ വളരെ സ്ട്രെസ്ഫുള്ളാണ്, എനിക്കൊന്ന് എന്നെ ഒന്ന് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്തെങ്കിലും ഒരു ഇത് പറയുമോ എന്നൊക്കെ ഞാനപ്പം സംസാരിക്കാറുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെയും ഞാനും ചിലപ്പോൾ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ ഞാനങ്ങനെ പലപ്പോഴും പലവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ ചോദിച്ചു എൻ്റെ ഒരു സുഹൃത്തിനോട്, നമ്മൾ നേരത്തെ സ്കൂളിലൊന്നും പഠിക്കുമ്പം വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും അല്ല, വളരെ റെയർ ആയിട്ട്, അല്ലെ എക്സാം ഹാളിലൊക്കെ ഇരിക്കുമ്പം ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ സെയിം ലെറ്റേഴ്സ് ആയതുകൊണ്ട് മാത്രം അടുത്ത് ഒക്കെ, അല്ലെ ഒരു ഹോളിലൊക്കെ റോൾ നമ്പർ കിട്ടിയിരുന്ന അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്, വാട്സപ്പ് ചാറ്റ്, വിളി അങ്ങനെയൊന്നുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് വന്ന് ഒരു അഡ്വൈസ് ചോദിച്ചതെന്ന് പറയുമ്പോൾ അവർ അതായത് സോഷ്യൽ മീഡിയ വഴി വാച്ച് ചെയ്യുമ്പം നീ ഒരുപാട് അച്ചീവ് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്തോ നിന്നോട് സംസാരിച്ചാൽ എനിക്കതൊരു നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചവരുണ്ട്. അറ്റ് ദ എൻഡ് എനിക്കതിനകത്ത് സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ സ്ട്രഗിൾ ചെയ്തിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എന്നോട് സംസാരിച്ചിട്ട് അവർക്ക് അതിനകത്ത് പുറത്തു വരാൻ പറ്റിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പം എനിക്കൊരു വ്യക്തിക്ക് ഒരു പൈസ കൊടുത്തിട്ട് ഫിനാൻഷ്യലി ഒന്നും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തേനെ. പക്ഷേ എൻ്റെ ഒരു വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിത രീതി ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ട് അതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് ഒക്കെ അവർക്ക് മുന്നോട്ട് ജീവിക്കാനും, അല്ലെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റം വന്നിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരാളാണ്. എൻ്റെ 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 അപ്പ് ആൻഡ് ഡൗൺസ് കണ്ടിരിക്കുന്നത് കുറച്ച് പേര്, അല്ലെങ്കിൽ എന്നെ വളരെ 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 ക്ലോസ്ലി അറിയാവുന്ന കുറച്ച് പേർക്കാണ് എൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് അറിയുന്നത്. അവരെപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്ന്, ഈ ഇരിക്കുന്ന ഞാനൊന്നും അല്ല, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ കരയാറുണ്ട്, ഞാൻ ഡിപ്രസ്ഡ് ആകാറുണ്ട്, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാതെ വരാറുണ്ട്. നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പൊ നമുക്ക് പുറമെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിന്ന് കാണിക്കാമെങ്കിലും നമുക്ക് എല്ലാ തരത്തിലുള്ള ഇമോഷൻസും വീക്ക് പോയിന്റും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം ആ സമയത്ത് നമ്മൾ എത്ര സ്ട്രോങ് ആണെങ്കിലും നമ്മളുടെ ചേർത്ത് നിർത്താൻ നമുക്ക് ആൾക്കാർ വേണമെന്ന് ആഗ്രഹിക്കും. അപ്പം നമ്മളെല്ലാവരും ചേർത്ത് നിർത്തുമൊന്നുമില്ല. പക്ഷെ ചേർത്ത് നിർത്തുന്ന എൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ചാണെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർ പറയും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നം വന്നാലും അവർ പറയാറുണ്ട്, സി അമൃത, ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ ഭയങ്കര വിശ്വാസമാണ്, നിനക്കൊന്നും സംഭവിക്കില്ല, നീ ഈ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും കരകയറും. ശരിയാണ്. കാരണം ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനകത്തൊക്കെ നമ്മൾ ഇനി ഒരു രക്ഷയില്ല, ഞാൻ എന്താ പറയുന്ന, കയത്തിൽ മുങ്ങി താന്നു, ഇനി എന്നെ രക്ഷിക്കാൻ ആരും വരില്ല, നടുക്കയത്തിലാണ്, ആർക്കും എത്തിപ്പെടാൻ പറ്റില്ല, ഒരു മാർഗവും ഇല്ല, നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുവാണ്, നീന്തൽ അറിയില്ല, ഇനി രക്ഷപ്പെടുകയില്ല എന്ന് തോന്നുന്ന ആ നിമിഷത്തില്
അതായത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പം ഇത് കാണുന്നവരാരെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഈ ലോകത്ത് ഒരു പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെടുക്കാം. നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ ന്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണേലും. അപ്പം ഞാൻ ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഈ ഭൂമിയിലേക്ക് മനുഷ്യ ജന്മമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ശക്തിയുടെ ബലമായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നു. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ എന്താ പറയാ ചെയ്യാനുള്ള കഴിവ് കേടുകളും ഒക്കെ ഉള്ള ഒരു വ്യക്തികളാണ്. അപ്പം നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ എത്തിപ്പെടണം എന്നും ഈ പറഞ്ഞ ശക്തി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്തിപ്പെടണമെങ്കിൽ നമ്മളും കൂടെ വിചാരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി ഞാൻ മുങ്ങി താഴാൻ ശ്രമിക്കുന്ന സമയത്ത്, അല്ലെ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇനി എനിക്കൊരു ഹോപ്പും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് സൂയിസൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ കൊണ്ട് ഞാൻ തീർന്നു, എൻ്റെ ജീവിതം തീർന്നു, അല്ലേ? പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യാത്തത് കൊണ്ടാണ്. അതിന് പകരം ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കൊരു ജോലിയില്ല, ഇനി മുന്നോട്ട് ജീവിക്കാൻ, ജോലിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് പൈസ വേണം എല്ലാത്തിനും. അപ്പം മുന്നോട്ട് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു നിമിഷം നമ്മൾ ആഹാരം കഴിച്ചോ? കിടക്കാൻ കിടപ്പാടും ഉണ്ടോ? പിന്നെ നമുക്ക് കിട്ടിയ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും ജീവിതത്തിൽ. എന്തിന് നമ്മൾ വലിക്കുന്ന ശ്വാസം? നമുക്ക് ജോലിയില്ല, ജോലിക്കൊരു ഒരു ഒരു മുന്നിൽ ഒരു വഴിയില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ കൂടെ അസുഖം കൂടെ വന്നു, എന്ത് ചെയ്യും? സോ ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ്, ജോലിയില്ലേ, വേണ്ട, ഓക്കെ, എനിക്ക് കിടക്കാൻ കിടപ്പാടുണ്ടോ? കഴിക്കാൻ ആഹാരമുണ്ടോ? ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഇന്റർനെറ്റ് ഉണ്ടോ? മൊബൈൽ ഉണ്ടോ? അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടോ കയ്യിൽ? ഇലക്ട്രിസിറ്റി ഉണ്ടോ? ശ്വസിക്കാൻ വായു ഉണ്ടോ? ഇതിനൊക്കെ ഞാൻ നന്ദി പറയും. അപ്പം ഇത്രയും ഫെസിലിറ്റീസ് തന്നിട്ട് ഇതൊന്നുമില്ലാതെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, അല്ലെ? ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം കുറവാണെങ്കിൽ അത് കുറവ് തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ദൈവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിന്റെ റൈറ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ജോലി കിട്ടും. പക്ഷെ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവം ഇവിടെ കൊണ്ട് ജോലി തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യും കെട്ടിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. നമ്മൾക്ക് എന്താ ജോലി പല സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം, പലരെ കോണ്ടാക്ട് ചെയ്യാം, എന്താ പറയാ, അതിന്റെ ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല CV ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളും കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറഞ്ഞ സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തുള്ളൂ. എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ, ആദ്യ കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പല പ്രശ്നങ്ങളും വന്ന് ഈ പറഞ്ഞ പോലെ ചക്ക വീണ മുയൽ ചത്ത പോലെ എന്താ പറയുന്ന ഒരു കരഞ്ഞ് ഇനി ഒരു വഴിയില്ല എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്ത് അവസാനം എവിടെന്നെങ്കിലും ഒരു എന്താ മിറാക്കിൾ സംഭവിച്ച്, ഇന്ന് ഞാൻ മിറാക്കിൾ എന്ന് പറയുന്നു, അന്ന് അതുപോലും ചിന്തിക്കാനുള്ള ബോധമില്ല, എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകും. പക്ഷെ ഇന്നിപ്പം എനിക്ക് ഇത്രയും പ്രായമായ ഒരു 35 വയസ്സായി. അപ്പൊ ആ 35 വയസ്സിലെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നോക്കുമ്പം ഐ എം എക്സൈറ്റഡ് നാളെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ബിക്കോസ് ഞാൻ ഇന്ന് എന്തെങ്കിലും കാര്യത്തിന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, വിഷമിക്കുന്നുണ്ടെങ്കിൽ ഐ എം സോ എക്സൈറ്റഡ്, ലൈക്ക് സംതിങ്, എന്തോ വലിയ കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. അതെന്താണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അത് കാണാൻ, അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്ന് ഞാൻ കരഞ്ഞാലും, ഇന്ന് ഞാൻ ഏതെങ്കിലും രീതിയിൽ ടെൻഷൻ അടിച്ചാലും ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് ആ ഒരു റൈറ്റ് ടൈമിൽ നമ്മുടെ പ്രപഞ്ചശക്തി ഒരുക്കി വെച്ചിരിക്കുന്ന നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നേ, ഞാൻ അങ്ങനെ ബിലീവ് ചെയ്ത് അങ്ങനെ അത്രയും എന്താ പറയുന്നത്, അത്രയും ഒരു ഹാപ്പി, അത്രയും ഒരു മാനസികമായിട്ട് ഞാൻ ആ ഒരു കാര്യം റിസീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നോക്കുമ്പോൾ നഷ്ടങ്ങൾ, പക്ഷെ ആ നഷ്ടങ്ങൾക്കൊക്കെയും അതിന്റെ ഇരട്ടി നമുക്ക് ദൈവം തമ്പുരാൻ തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, അല്ലെങ്കിൽ ഇതെന്നെ കാണുന്ന ഏതെങ്കിലും ഇൻഡിപെൻഡന്റ് വുമൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ
എന്താ പറയുന്നത്, ഡിവോഴ്സി ആയിക്കോട്ടെ, സെപ്പറേഷൻ ആയിക്കോട്ടെ, സിംഗിൾ മദർ ആയിക്കോട്ടെ, എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇന്ന് എന്താണോ കിട്ടിയിരിക്കുന്ന ഫെസിലിറ്റി അതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിനി എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം വെച്ചോ അല്ലെ നമ്മുടെ നമുക്കുള്ള സാഹചര്യങ്ങളിൽ കൊണ്ട് നമുക്ക് എന്താകാൻ പറ്റും എന്ന്, എവിടെ എത്തിപ്പെടാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ എന്താ പറയുന്നത്, അവിടെ നമ്മൾ സ്റ്റക്കായിട്ട് പോകരുത്. അല്ലെ ഇത് ഇവിടം കൊണ്ടെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം ഇട്ടിട്ട് പോകരുത്. ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ്, എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അയ്യോ അമൃത ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് കണ്ടിട്ട് കുശുമ്പ് വരുന്നു. ഈ പറയുന്ന യാത്രയൊക്കെ ഞാൻ പണ്ട് സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് അതിനെ എന്താ പല രാജ്യങ്ങളിൽ പോകുന്നതും എൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ഇന്ന് സാധിച്ചു. അതിനകത്ത് സ്വപ്നം കൊണ്ട് മാത്രമല്ല, എൻ്റെ എഫേർട്ടും ഉണ്ട്. കാരണം ഞാൻ എന്താ പറയുന്നേ, ഇപ്പം എനിക്കൊരു ശമ്പളം 2000 പൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനൊരു 500 പൗണ്ട് എക്സ്ട്രായ്ക്ക് വേണ്ടി പണിയെടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എൻ്റെ എക്സ്പെൻസസ്, റെഗുലർ എക്സ്പെൻസസ് എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കണമെങ്കിൽ ഐ എം തിങ്കിങ് ദാറ്റ് വേ. ഞാൻ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഷീ ഈസ് കമ്മിങ് ഫ്രം ദ ഡ്യൂട്ടി ആഫ്റ്റർ 6 നൈറ്റ് ഷിഫ്റ്റ് സ്ട്രേറ്റ് അവേ ഫോർ ദ ട്രാവലിംഗ് ആൻഡ് എന്താ പറയുന്ന എയർപോർട്ടിന്റെ അവിടെ വന്നിട്ട് കിടന്ന് ഉറങ്ങുന്നു, കണ്ടിട്ട് ഭയങ്കര അതിശയം തോന്നുന്നു എന്നൊക്കെ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ എഫേർട്ട് ഇടാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യണം. അത് എത്ര മണിക്കൂർ ചെയ്യേണ്ടതാണോ അത് അത്രയും ചെയ്യണം. അപ്പം നമ്മള് അത് ചെയ്തിട്ട് അതിൽ കൂടുതൽ ചെയ്താലാണ് നമുക്ക് ഈ പറഞ്ഞ ഞാനൊരു 6 ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത 6 ദിവസം ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ ഒരു റിലാക്സേഷൻ എന്ന് പറയുന്ന യാത്രയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അത് ഒരുപാട് പേര് മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ആ മനുഷ്യരുടെ ജീവിതം അവരെ അടുത്തടുത്ത് അറിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് മനസ്സിലാകുമ്പോൾ നമുക്ക് പിന്നീട് ജീവിതത്തിൽ അതൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെലുത്തും പല രീതിയിൽ. ചിലപ്പോൾ നമ്മൾ അങ്ങനെ യാത്രയിലൂടെ പരിചയപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം മുന്നോട്ടേക്ക് അവർ കൂട്ടാകുന്നത്. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് ലൈക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ യാത്രയ്ക്ക് പോയി. ഫസ്റ്റ് ട്രിപ്പിൽ എനിക്കങ്ങനെ ഫ്രണ്ട്സിനെ ഒന്നും കിട്ടിയില്ല. ലൈക്ക് എനിക്കറിയില്ല എങ്ങനെയായിരിക്കും സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെയുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്നറിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പോയി, രണ്ടാമത്തെ ട്രിപ്പ് പോയി. ആ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ വന്ന കുറച്ച് പിള്ളേരുണ്ട്, അവര് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. അവരിൽ പലരും ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്നെ വിളിച്ച് അന്വേഷിക്കും, ചേച്ചി കഴിച്ചോ, ചേച്ചി കുടിച്ചോ, ചേച്ചിക്ക് വയ്യേ, ചേച്ചി ഹോസ്പിറ്റലിൽ പോയോ, ചേച്ചി ഡ്യൂട്ടിക്ക് പോയോ, ചേച്ചി അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പം അതായത് ഇനി എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് എൻ്റെ ചുറ്റും ഇപ്പം നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അവര് എൻ്റെ അടുത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിൽക്കുന്നത്. ദേ ഡു സംതിങ് ഫോർ മീ, ദേ ക്യാൻ. അതാണ്. അപ്പം അങ്ങനെ അപ്പം ഞാനത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ചിന്തിക്കുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുന്ന നെഗറ്റീവ് അല്ല ജീവിതം. പക്ഷെ നമ്മൾ നെഗറ്റീവ് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ നെഗറ്റീവ് തന്നെ വരുള്ളൂ. ലൈക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഒരു നെഗറ്റീവ് ഒരു സംഭവിക്കുമ്പം ആണ് അവിടെ പോസിറ്റീവ് സംഭവിക്കുക. അപ്പം നെഗറ്റീവ് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ അറ്റ് ദ മൊമെന്റിൽ റിയലൈസ് ചെയ്യണം, ഇത് ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഇതിങ്ങനെയൊന്നും അല്ല. എനിക്ക് ഇപ്പൊ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നവര് ചിന്തിക്കുക, എനിക്ക് ആരെങ്കിലും ഉണ്ട്, ഞാൻ ഇനിയും കാണും, കണ്ടുമുട്ടും ആൾക്കാരെ, എനിക്ക് അവര് സംസാരിക്കും. ഇപ്പം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എന്നോട് സംസാരിക്കാൻ, എന്നെ കേൾക്കാൻ ഒരാളുണ്ടായാൽ മതി. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐ എക്സ്പീരിയൻസ് ദാറ്റ്. പക്ഷെ എന്നെ കേൾക്കാൻ അന്ന് എനിക്ക് ആവശ്യമുള്ള സമയത്ത് ആളുണ്ടായിരുന്നു. അവരോട് ഞാൻ ഇപ്പോഴും ഭയങ്കര കടപ്പെട്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം എന്താ പറയുന്നത്, വെറുതെ ഇരിക്കുന്നവരല്ല,
കുട്ടിയുള്ളവരുണ്ട്, നെക്സ്റ്റ് ഡേ ഡ്യൂട്ടിക്ക് പോകേണ്ടവരുണ്ട്. ഇവരൊക്കെ എന്നെ വിളിച്ചിട്ട് പലരും ഞാൻ എനിക്ക് ഡ്യൂട്ടി എൻ്റെ അതിന്റെ ടെൻഷൻ ഇതിന്റെ ടെൻഷൻ അങ്ങനെ ആയിരുന്നു, എനിക്ക് അവൈലബിലിറ്റി ഇല്ലായിരുന്നു, അങ്ങനെയാടാ ഇങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാര് എനിക്ക് അവർ ഒരു വില ജീവിതത്തിൽ തന്നത് കൊണ്ട് അവർ എനിക്ക് വേണ്ടി 3 മണിക്കൂറും 4 മണിക്കൂറും ഉറങ്ങാതെ എന്നോടൊപ്പം ഫോണില് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്, എന്നെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പം നിനക്ക് പ്രാന്താണ്, അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞു പോകാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ, അല്ലെ ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്ന കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ട്. ബിക്കോസ് അന്ന് എനിക്കിതൊക്കെ ഇങ്ങനെ സംസാരിക്കണം, എനിക്ക് മനസ്സ് തുറന്ന് പറയണം എന്ന് അതായിരുന്നു എൻ്റെ ആവശ്യം. അപ്പോൾ അത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പേരിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കേൾക്കാൻ അവൈലബിൾ ആണ്. ബിക്കോസ് എനിക്കറിയാം അതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അവരെന്താണ് ഗോ ത്രൂ ചെയ്യുന്നത്, അവരുടെ മാനസികമായിട്ട് എന്താണ് ഗോ ത്രൂ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചിലര് പറയും, ചിലര് പറയുന്നതന്നെയല്ല, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് എന്റെ കൈ പൊള്ളിയാല്, എന്റെ കൈ പൊള്ളിയിട്ട് ഇതുവരെ പൊള്ളലേക്കാത്ത ഒരാളോട് അയ്യോ എനിക്ക് പൊള്ളി, എനിക്കിത് വേദനയാണ്, എന്റെ തൊലി പോയി എന്നൊക്കെ പറയുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, പൊള്ളലേൽക്കാത്ത വ്യക്തി, അല്ലെ അത് അനുഭവിക്കാത്ത ഒരു വ്യക്തി പറയും ഇറ്റ്സ് ഓക്കെ, അതങ്ങ് പൊക്കോളും എന്ന് പറയും. പക്ഷെ പൊള്ളിയവനെ അതിന്റെ വേദനയും ബുദ്ധിമുട്ടും അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൂടെ നിൽക്കുന്നവരാരെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞതല്ലേ, അല്ലെങ്കിൽ എന്താ പറയുന്നേ, സാരമില്ല, ഇതൊക്കെ പറഞ്ഞത് തന്നെ പിന്നെ നീ പറയുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഡോണ്ട് നോ ആക്ച്വലി നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അണ്ടിൽ ദേ എക്സ്പീരിയൻസ് ദ സെയിം ഓർ സിമിലർ തിങ് അവരിത് പറയും, അവർക്ക് അതിന് വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തവര് അല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്റെ അതേ പാതയിലൂടെ കടന്നു പോകാത്തവരെ എനിക്ക് കുറച്ചധികം ആളുകൾ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കൂടെ നിന്നിട്ടുണ്ട്. അവരെന്നിട്ടും അവരതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാഞ്ഞിട്ടും അവരെന്നെ കേട്ടു, അവരെന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന കുറച്ച് മണ്ടന്മാരോ അല്ലെ മണ്ടികളോ ഒക്കെ വിചാരിക്കും അതിന്റെ ആവശ്യം എന്താ എന്ന് വിചാരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എനിക്ക് തന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അവരെന്നെ മനസ്സിലാക്കിയിരിക്കുന്ന രീതി അതുകൊണ്ടാണ്. അവർക്കറിയാം ഞാൻ എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് എന്താ പറയുന്നേ, അതുകൊണ്ടാണ് അവരെനിക്ക് ആ ഒരു സമയം, എനിക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ആ സമയം തന്നു. ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ ഈ എന്താ പറയുന്നത്, നമ്മൾ കർമ്മ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പല പല പ്രശ്നങ്ങൾ വരുമ്പം അല്ലെങ്കിൽ നമ്മളത് തരണം ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കും അയ്യോ എനിക്കെന്താ ഇങ്ങനെയൊക്കെ വന്നേ. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും എന്നെ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും, എനിക്കറിയത്തില്ല എത്ര പേര് ഇത് കാണുമെന്ന്, പക്ഷെ എന്നെ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും തോന്നാറുണ്ട് അയ്യോ നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്തില്ലല്ലോ എന്നിട്ട് എന്താ എനിക്കിങ്ങനെ വന്നേ എന്ന് വിചാരിക്കും. അത് നമ്മൾ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് എന്താന്ന് വെച്ചാൽ നമ്മളെ മോൾഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ദൈവം തരുന്ന ഒരു ടാസ്ക് ആയിട്ട് കണ്ടാൽ മതി. കാരണം ഞാൻ എന്താ പറയുന്നത്, എനിക്കൊരു റീലൊക്കേഷൻ ഒക്കെ ഇടയ്ക്ക് ഒരു ആവശ്യമായിട്ട് വന്നു. ഞാൻ അങ്ങനെ റീലൊക്കേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാൻ പാടില്ലാത്തൊരു സിറ്റി, പുതിയ സിറ്റി, എനിക്കറിയാൻ പാടില്ലാത്ത ആൾക്കാർ, ഒന്നും അറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു, അവിടെ വന്ന് താമസം ആക്കുന്നു. എനിക്ക് ആരോടും മിണ്ടാൻ താല്പര്യമില്ല, പുതിയ കമ്പനികളൊന്നും ആക്കാൻ താല്പര്യമില്ല. അന്നേരമാണ് ഞാൻ ഒരു എന്താ പറയുന്നത്, ആക്സിഡന്റലി 2 മലയാളികളെ പരിചയപ്പെട്ടു. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സംസാരിക്കാൻ താല്പര്യം ഉണ്ടായില്ല. ബിക്കോസ് ദേ ആർ കപ്പിൾസ് ആൻഡ് ദേ ആർ ഹാവിങ് ദെയർ ഓൺ ടൈം, അങ്ങനത്തെ ഒരു ചിന്താഗതി. അതുകൊണ്ട് അപ്പൊ നമ്മൾ അതിനകത്ത് ലൈക്ക് ഇൻവോൾവ് ആവണ്ടല്ലോ എന്നുള്ളൊരു സംഗതി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവരുടെ ഒരു പാർട്ട് ഓഫ് ദ ഫാമിലി, ഇന്ന് ഞാൻ അവരുടെ ഒരു പാർട്ട് ഓഫ് ദ ഫാമിലിയാണ്. അപ്പൊ അങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചൊരു വ്യക്തിയല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെന്നെ പലപ്പോഴും പെൺകുട്ടി എന്നെ കാണുമ്പോൾ വിളിക്കും, മിണ്ടും, നമ്പർ എടുത്തു. ഞാൻ തിരിച്ചു വിളിക്കാൻ പോയിട്ടില്ല, ഒന്നും പറയാൻ പോയിട്ടില്ല. അങ്ങനെ അവോയ്ഡ് ചെയ്ത് നിന്ന്. പക്ഷെ ഈ കുട്ടി എൻ്റെ അടുത്ത് ഇടിച്ചു കയറി വന്ന് മിണ്ടി, ഞാൻ എന്താണ് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു.
അവൾ മനസ്സിലാക്കി. അവൾ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് തോന്നി ഷീ നീഡ് ലിറ്റിൽ ബിറ്റ് സപ്പോർട്ട് എന്ന് തോന്നി. ബിക്കോസ് ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നു ഈ ഒരു ഒറ്റയ്ക്ക് സ്ഥലത്ത് നിൽക്കുകയാണല്ലോ. ആൻഡ് നെക്സ്റ്റ് ഡേ ഷീ അണ്ടർസ്റ്റാൻഡ് ഞാൻ കുക്ക് ചെയ്യുന്നില്ല, അല്ലെ അധികം ആഹാരമൊന്നും കഴിക്കില്ല. സിംപ്ലി അവൾ എനിക്ക് ഒരു ഫുഡ് എടുത്തുകൊണ്ട് കൊണ്ടു തന്നു. ഈ ഫുഡ് എടുത്തുകൊണ്ട് കൊണ്ട് തന്നു കഴിഞ്ഞപ്പോൾ തന്ന് ഞാൻ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഗിൽറ്റ് തോന്നി. എന്താ, എനിക്ക് ആരോഗ്യമുണ്ട്, നീ വേറെ ഫിസിക്കലി പ്രശ്നമൊന്നുമില്ല, അപ്പം ഞാൻ ആഹാരമൊന്നും ഉണ്ടാക്കാത്തുണ്ടല്ലേ, അപ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി. അപ്പം ഞാൻ നെക്സ്റ്റ് ഡേ കുക്ക് ചെയ്തു, ഞാൻ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവള് വീണ്ടും എനിക്ക് തരും. അപ്പൊ പിന്നെ അതൊരു ഗിവ് ആൻഡ് ടേക്ക് സംഗതിയായി. പക്ഷെ അവൾ അത് ചെയ്തത് കൊണ്ട് ഞാൻ എന്താ പറയാ, എൻ്റെ മൈൻഡും എല്ലാം വേറൊരു ലെവല് പോകേണ്ടിരുന്ന ഞാൻ ഐ വാസ് ലിറ്ററലി ഫോഴ്സ്ഫുള്ളി ടു കുക്ക്. അപ്പം ഞാനത് ചെയ്യാൻ തുടങ്ങി. കുറച്ചധികം മടി തോന്നിയിട്ടുണ്ടെങ്കിലും പതുക്കെ പതുക്കെ ഞാൻ അവരോട് കൂട്ടായി. എന്നെ വിളിച്ച് ബ്രേക്കിന് വരുമ്പോൾ അവൾ എന്നെ വിളിച്ച് അന്വേഷിക്കും. ബിക്കോസ് ഞാൻ നൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ഐ എം അവൈലബിൾ ഇൻ ദ ഡേ ടൈം. അപ്പം ഞാൻ ഓക്കെ ആണോ, കഴിച്ചു, ഇതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നി ലൈക്ക് ദേ ഹാവ് ടേക്കൺ മീ ഔട്ട്സൈഡ് വെൻ ദേ ആർ ഗോയിങ്. അതിൻ്റെ ആവശ്യമില്ല, അവർക്കത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് അവർക്ക് തോന്നി എനിക്കത് ആവശ്യമാണ്, എനിക്ക് പുറത്ത് പോകണം, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി എനിക്ക് കുറച്ച് എന്താ പറയുന്നത്, ഞാനൊന്ന് എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഡൈവേർട്ട് ആവണം, അതിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് അവരെന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് എൻ്റെ മൈൻഡും പതുക്കെ മാറാൻ തുടങ്ങി. ലൈക്ക് ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവായി. എന്താ പറയുന്നത്, എനിക്ക് മടിയായിരുന്നു കാരണം ഇവരുടേതായ കാര്യങ്ങൾക്ക് പോകുന്നു. അപ്പം അതിനിടയ്ക്ക് ഒരാള് പുറത്തുനിന്ന് വന്നവർ, ആ ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തിരിച്ചു കിട്ടേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് കിട്ടിയിരിക്കും ഏതെങ്കിലും വഴിക്ക്. ഐ വാസ് ലിറ്ററലി നീഡ് സമ്മൺ ടു സപ്പോർട്ട് മീ. അതായത് ഫോൺ വിളിച്ച് എന്നെ സംസാരിക്കുന്നവരുണ്ട്, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ഒരാള് ഫിസിക്കലി വന്നിട്ട് നമ്മളെ അന്വേഷിക്കുക, നമ്മള് ഫുഡ് കഴിച്ചു എന്ന് തിരക്കുക, നമ്മൾ ഉറങ്ങിയോന്ന് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ ഇവർക്കൊന്നും ഒന്നും പണ്ട് ചെയ്തു കൊടുത്തവരൊന്നുമല്ല. അപ്പൊ നമ്മൾ വേറെ ആർക്കോ ചെയ്ത് കൊടുത്ത നന്മയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ചെയ്ത് കൊടുത്ത നന്മയ്ക്ക് നമുക്ക് കിട്ടിയ കിട്ടിയ ഒരു നന്മയാ ഇത്. അപ്പം കർമ്മ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്കത് തിരിച്ച് തന്നെ നല്ലത് വരും. ചില സ്ട്രഗിൾസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലുള്ളൂ നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, എന്നെ കാണുന്ന ഏതെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലൈക്ക് ഞാൻ വിചാരിക്കുന്ന ഒരു പാർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആക്ച്വലി എനിക്കത് എന്താ പറയുന്നത്, ഞാൻ ഭയങ്കര മടിച്ചിയാ, എനിക്കിതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാ. അപ്പൊ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ആര്യ എന്ന് പറഞ്ഞിട്ട്, ആരതി എന്ന് പറഞ്ഞിട്ട്, സോറി എഗെയിൻ, ആതിര എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത്, ചേച്ചി എന്നോട് പറഞ്ഞു, അമൃത നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, നിന്റെ ചില വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ്. അത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ നിന്റെ ജീവിതകഥ പറയണം, അത് മറ്റുള്ളവർക്ക് അത് മോട്ടിവേഷനും അല്ലെ ഇൻഫ്ലുവൻസ് ചെലുത്തും. അപ്പൊ ഇത് എന്നെ വളരെ സീരിയസ് ആയിട്ട് അറിയാവുന്ന വേറെ ഒന്ന് രണ്ട് ആളുകൾ, പേര് പറയാത്തതെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ അവരുടെ പേരൊന്നും പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, എന്നെ അത് എൻകറേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മടിയായതുകൊണ്ടും നാളെയാട്ടെ മറ്റന്നാളാട്ടെ അല്ലെ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഞാനിതൊന്നും ചെയ്യാത്തത്. സോ സൂൺ ഐ ബി ബാക്ക് ടു എന്താ, ഞാനത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. അതായത് എന്താ പറയുന്നേ, മാക്സിമം നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് ഇതൊക്കെ ഡെഫിനറ്റ്ലി ഇതൊക്കെ കാര്യങ്ങളും കേട്ടിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഇത് അവരുടെ അടുത്തെത്തും. അങ്ങനെയാണ് ഞാൻ പല വീഡിയോസും കാണുമ്പോൾ, അല്ലെ എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ടൈമിൽ സംഭവിക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഇന്ന പോലെ സംഭവിക്കണം, അത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യമാണ് സംഭവിക്കാതിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രപഞ്ചശക്തി വിചാരിച്ചിരിക്കുന്ന കാര്യം അത് പ്രപഞ്ചശക്തി വിചാരിച്ചിരിക്കുന്ന സമയത്ത് അത് സംഭവിക്കും. അപ്പം ഐ സ്റ്റിൽ ബിലീവ് ലൈക്ക്
എൻ്റെ ഒരു ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും എത്തിപ്പെടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ എത്തിപ്പെടുക ചെയ്യും അതിൻ്റെ റൈറ്റ് ടൈമിൽ. സോ ഇന്ന് എന്നെ കാണുന്ന അല്ലെ എന്നെ വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആളുകൾ പറയും, അമ്മുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവിടം കൊണ്ട് തീർന്നേനെ എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ഭയങ്കര കൊതിയാണ്. വേറൊന്നും കണ്ടല്ല, എനിക്ക് കാണിച്ചു കൊടുക്കണം. സി ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ കാരണം അല്ലെ എനിക്കിങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാം. കാരണം ഇതിലും കൂടുതൽ ഫെസിലിറ്റീസും സൗകര്യങ്ങളുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തുണ്ട്. പക്ഷെ ദേ ആർ ലൈക്ക് ലിറ്ററലി സഫറിങ് ഫോർ എന്താ എന്താണോ അവർ സഫർ ചെയ്യേണ്ടത് അതെല്ലാം സഹിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവർക്ക് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തിന്, ഐ ക്യാൻ ടെൽ യു ഗൈസ്, ലൈക്ക് ജോലിയുണ്ട്, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ ദേ ആർ നോട്ട് വർക്കിംഗ്, ദേ ആർ നോട്ട് വർക്കിംഗ് ആൻഡ് ഏണിങ് സംതിങ്. ബിക്കോസ് അവര് കല്യാണം കഴിഞ്ഞതോടുകൂടി അവരെ തളച്ചിട്ടു. അവരെ കുട്ടികൾ നോക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ, അല്ലെ അവരുടെ ഹസ്ബൻഡ്സിന് ഉണ്ടെങ്കിൽ അതിലവരെ ഇൻവോൾവ് ആക്കിയിട്ട് അവർക്ക് സാലറി ഒന്നുമില്ല. ഒരു സാരി വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊട്ട് വാങ്ങിക്കണമെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കണം. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എന്നിട്ട് അവര് പറയും എന്താ, ഓ ഞാൻ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറയും. അതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്? സി ഞാനൊരു MBBS കാരിയല്ല, അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുന്നേ, വക്കീലല്ല, അല്ല എനിക്ക് അതിനുള്ളൊരു എന്താ അതിനുള്ളൊരു എഡ്യൂക്കേഷൻ ഇല്ല. പക്ഷേ ഞാൻ കുറെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, ചെയ്ത് രക്ഷപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു പറഞ്ഞ വക്കീലിനോ ഡോക്ടറിനോ ചിലപ്പം എനിക്കുണ്ടായ ജീവിത സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ പറ്റണം എന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ പോലും ചിന്തിക്കരുത്. അതായത് എനിക്കതില്ല, എനിക്കിതില്ല, അല്ലെങ്കിൽ എനിക്ക് അവൾക്കുള്ള ഫെസിലിറ്റി ഇല്ല, അല്ലെ എനിക്ക് അവനുള്ള ഫെസിലിറ്റി ഇല്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമുക്ക് എന്താണോ ദൈവം തന്നിരിക്കുന്നത് അതിൽ നമ്മൾ തൃപ്തിയായിട്ട് ആ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഉയർന്നു വരാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. അപ്പൊ നമ്മൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകും. സോ ഇനിയും എന്താ പറയുന്നത്, സ്പെസിഫിക് ആയിട്ട് എൻ്റെ ഓരോ സിറ്റുവേഷൻസ് ലൈക്ക് ഞാനിപ്പോൾ ഒന്നും റീവീൽ ചെയ്തിട്ടില്ല. ലൈക്ക് എന്തൊക്കെ സാഹചര്യങ്ങളാണ് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. എന്നെ അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോഴത്തേനും ചോദിക്കും, അയ്യോ ഇവൾ എന്നതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന്. പക്ഷെ എന്നെ അറിയാവുന്നവർക്കാണെങ്കിൽ ദേ ആർ ഹാപ്പി ടു ഹിയർ ദിസ് ഓൾ ദ തിങ്സ്. ആൻഡ് ഞാൻ ഇതിനകത്ത് കൂടുതൽ മുന്നോട്ടേക്ക് ഒരു വ്ളോഗോ കാര്യങ്ങളോ ചെയ്യുവാണെങ്കിൽ, ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പൊ അവര് വരും പറയും, അമൃത ഇത് കണ്ടിന്യൂ ചെയ്യണേ എന്ന് പറയും. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ഒരു കണ്ടന്റ് ആയിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും താങ്ക് യു. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ, ജീവിതത്തിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ. നമ്മൾക്ക് എന്താ പറയുന്ന, സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യങ്ങളും ഈ ലോകത്തില്ല. അതിപ്പം നമ്മൾ സിംഗിൾ മദർ ആയി പോയി എന്ന് പറഞ്ഞാൽ പോലും അതിനൊക്കെ ദൈവം നമുക്ക് എന്ത് സാഹചര്യങ്ങൾ വന്നാലും അത് നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയേ നമുക്ക് തരുവുള്ളൂ ദൈവം. അപ്പൊ അതുകൊണ്ട് ഒന്നുകൊണ്ടും ആരും ഡൗൺ ആയി പോകരുത്. സ്റ്റേ സ്ട്രോങ്. ആൻഡ് എന്താ പറയുന്നേ, നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത്. സോ സി യു ദെൻ. എന്താ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മീ.